ആദ്യത്തേത് മുതൽ ഈ നാലുകെട്ട് മുതൽ ഇങ്ങോട്ട് എടുത്താലും എന്തുകൊണ്ടാണ് മലയാളി അത് നെഞ്ചിലേറ്റുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇത്രമാത്രം മഹത്തരമായി കൊണ്ടാടുന്നത്? അത് അവനവന് അനുഭവവേദ്യമായതുകൊണ്ടാണ്. അതെ, ആ ഒരു സാഹചര്യത്തെ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ, വ്യക്തി എന്ന നിലയിൽ അങ്ങ് അനുഭവിച്ചു പോയ ബാല്യകാലത്തെ സ്മരണകൾ, ഇതെല്ലാം അതിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ കാലം മാറി, വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു, പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. കേരളം തികച്ചും അങ്ങേയറ്റം സങ്കീർണമായ ഒരു സാമൂഹിക സാഹചര്യത്തിലൂടെ ഇപ്പോൾ കടന്നുപോകൊണ്ടിരിക്കുന്നു എന്ന് നിരീക്ഷിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. സ്വാഭാവികമായും ഓരോ സ്പന്ദനങ്ങളെയും അങ്ങേയറ്റം അടുത്തറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങും. ഈ സാഹചര്യങ്ങൾ അങ്ങേ അലട്ടുന്നുണ്ടോ? ഇപ്പോഴത്തെ രാഷ്ട്രീയമെടുക്കാം, സാമൂഹ്യമെടുക്കാം, സാമുദായികമെടുക്കാം, എന്തുമായാലും കൂടുതൽ വിസ്ഫോടനാത്മകമായ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ വളരെയധികം നമ്മളെ വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നു, പുറത്ത് നല്ല മഴ പെയ്യുന്നു, നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിലൊക്കെ വെള്ളമുണ്ട്. പക്ഷേ ഈ കോഴിക്കോട് നഗരത്തിൽ ചിലപ്പോൾ 5 ദിവസം 6 ദിവസം കുടിവെള്ളമില്ല. എൻ്റെ വീട്ടിലുണ്ടാവാറില്ല. ഞാൻ ഔദ്യോഗികമായി കിട്ടുന്ന വെള്ളം എനിക്കുള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ കുടിവെള്ളം ഉണ്ടാവില്ല. മനുഷ്യന് വളരെ അത്യാവശ്യം. ഇതിനേക്കാൾ സാഹിത്യം, കല, നാടകം, സംഗീതം, ചിത്രം, ഇതിനൊക്കെ അപ്പുറത്തുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ സംസ്കാരം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ കുറേ ഗ്രന്ഥങ്ങളുണ്ടായി, നാടകങ്ങളുണ്ടായി, സംഗീതം. സംസ്കാരം എന്ന് പറയുന്നത് ശരാശരി മനുഷ്യൻ്റെ ജീവിതത്തിനാവശ്യമായ, അവനൊരു മേൽപ്പുര വേണം, അവന് കുടിക്കാൻ വെള്ളം വേണം, ആഹാരം വേണം, അവന് രോഗാവസ്ഥ വരുമ്പോൾ അതിനൊരു പരിചരണം കിട്ടണം, ഇങ്ങനത്തെ പലതുമുണ്ട്. അവന് ശുദ്ധമായ വായു ശ്വസിക്കണം. പലപ്പോഴും നമ്മളെ ഈ കാലഘട്ടത്തിൽ നമ്മളെ അലട്ടുന്നത് ഈ മാതിരിയുള്ള ചില കാര്യങ്ങൾ. ആരോട് പറഞ്ഞാൽ ഇതിന് പരിഹാരം കിട്ടും എന്നറിയില്ല. നമ്മൾ ഒച്ചയും വിളിയും കൂട്ടിയിട്ട് കാര്യമുണ്ടോ അറിയില്ല. പക്ഷെ എന്നെ മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഇത് ബാധകമാണ്. അതാണ് ഈ കാലത്ത് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്ന്. മറ്റൊന്ന്, പ്രകൃതിക്ക് സംബന്ധിച്ച് നമ്മളൊക്കെ ബാല്യത്തിൽ ഈ പ്രകൃതിയെ ആരാധിച്ച് അതിനെ കണ്ട് വളർന്നതാണ്. പുഴയെ കണ്ട്, ജലാശയങ്ങളെ കണ്ട്, കുന്നുകളെ കണ്ട്, പച്ചപ്പുള്ള പാടങ്ങളെ കണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അത് നമ്മളെ വല്ലാതെ അലട്ടുന്ന ഒന്നാണ്. പിന്നെ നമുക്ക് ഈ നാടിനെ പറ്റിയുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതീക്ഷ, അഭിമാനമൊക്കെ ഉണ്ട്. നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോയിട്ടുള്ള ഒരു ജനതയാണ് എന്നൊക്കെ നമ്മൾ അവകാശവാദം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ തിരിഞ്ഞു നോക്കുക, ചുറ്റുവട്ടത്തേക്ക് നോക്കുക. കൂടുതൽ നമ്മൾ എന്തിനെയൊക്കെ അകറ്റണം, അതിൽ മോചനം നേടണമെന്ന് ആഗ്രഹിച്ചോ, അതൊക്കെ കൂടുതൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കും. ജാതി, മതം, സ്പർദ്ധകൾ, മാനവികതയെ നശിപ്പിക്കുന്നതായിട്ടുള്ള പല ഘടകങ്ങളും എല്ലാവർക്കും തോന്നുന്നതാണ്. ഇപ്പോൾ ഒരു കുട്ടി ഇന്നലെ 10-15 വയസ്സായിട്ട് കുട്ടി വന്നിട്ട് വെറുതെ എന്നോട് ചോദിക്കുക, എല്ലാ ദിവസവും ഈ കുട്ടികളെ ദ്രോഹിക്കുന്ന വാർത്തകൾ വരുന്നുണ്ടല്ലോ, എന്നെ അച്ചച്ചെന്ന് വിളിക്കുക. കുട്ടി അച്ചച്ച, ഞാൻ വരുന്നുണ്ട്. എന്താ ഇത്? എനിക്കതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പോൾ ഒരു ചെറിയ കുട്ടി, ഒരു 10 വയസ്സായ കുട്ടിയടക്കം ഈ മാതിരി കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നു. മുതിർന്നവരായ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നില്ല, പക്ഷേ നമുക്കിതിനൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വല്ലാത്ത നിരാശാബോധമോ ഷണ്ഡമായ രോഷമോ ഒക്കെ ആയിരിക്കാം നമ്മുടെ മനസ്സിൽ. പലതും അതാണ്. ഇപ്പം നമ്മളെ ഇടയ്ക്ക് തോന്നും, നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി എഴുതിയത് കൊണ്ടോ ഒക്കെ ഇതിനൊക്കെ ഒരു പരിഹാരം കിട്ടും. നമുക്ക് വെളിച്ചമില്ല. ഇത്രയും മഴ പെയ്ത് മഴയുടെ കെടുതികൾക്കുള്ള പരിഹാരത്തിന് വേണ്ടി എത്ര കോടി നഷ്ടം, എത്ര കോടി സെൻറ്ററിൽ നിന്ന് ഇത്ര കിട്ടണം എന്നൊക്കെ പറഞ്ഞത്, ഈ മഴവെള്ളമൊക്കെ ഓരോ ഘട്ടത്തിലും നമുക്ക് സംഭരിച്ച് വയ്ക്കാനുള്ള സാധിക്കുന്നില്ലേ?
ഓരോ പഞ്ചായത്ത് വിചാരിച്ചാൽ മതി. പഞ്ചായത്തിൻ്റെയൊക്കെ ബഡ്ജറ്റിൽ നിന്ന് ഈ മഴക്കാലത്ത് ഒരു വരിച്ചാലുകൾ, മഴക്കുഴികൾ ഉണ്ടാക്കി അതിനെ സംരംഭിച്ച് വയ്ക്കുക. കാരണം അടിവെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് കുടിവെള്ളമുള്ളൂ. അതെന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? ഈ വെള്ളത്തെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല. ഇത്രയധികം വെള്ളം ഉണ്ടാകുന്നൊരു പ്രദേശം, ഇത്രയധികം നദികളുള്ളൊരു പ്രദേശം. അപ്പോൾ ഈ കുടിവെള്ളത്തിൻ്റെ പിന്നെ അസംസ്കൃതമായ മറ്റ് പലതിൻ്റെയും മാലിന്യങ്ങളുടെ അങ്ങനത്തെ പലതിൻ്റെയും നമ്മളെ ഈ കാലഘട്ടത്തിൽ നമ്മളെ വിഷമിപ്പിക്കും. ഇതിലൊക്കെയും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ജാതിയിൽ നിന്നും മതത്തിൽ നിന്നൊക്കെ അകലേക്ക് പോയി മലയാളി എന്ന് നമ്മൾ അഹങ്കരിച്ച് നടക്കുമ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ കാണുന്നത് കൂടുതൽ അതിൻ്റെ വേരുകൾ നമ്മളുടെ സമൂഹ ശരീരത്തിലേക്ക് ആഴ്ന്ന് ഇറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ഇത് നമ്മളെ വിഷമിപ്പിക്കുന്നു. പരിഹാരം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾക്കെന്താ ആകെ ഉള്ളത്? ഈ ദൈന്യം നമ്മൾ മനസ്സിലാക്കുന്നു. അത് സമാന ചിത്തരായ ചില ആളുകളോട് പങ്കുവെക്കാൻ നമുക്ക് സാധിച്ചാൽ, ഞാനതിൽ വിഷമിക്കുന്നുണ്ട്. അത് നമുക്ക് പങ്കുവെക്കാൻ സാധിച്ചാൽ, ആ വികാരം പങ്കുവെക്കാൻ സാധിച്ചാൽ അത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരാശ്വാസം. ഇത് ഈ സമൂഹത്തിൻ്റെ മാത്രം പ്രശ്നമാണോ? കുട്ടികളുടെ കരുതൽ നഷ്ടപ്പെടുന്നു. കുട്ടികളോടുള്ള കരുതൽ അവരുടെ ഓമനത്വത്തെക്കാൾ മറ്റ് തൃഷ്ണകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതിൽ പ്രായവ്യത്യാസമില്ല. അത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ. രണ്ട്, മദ്യ ഉപഭോഗം പോലെയുള്ള ലഹരിയിലേക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ അതിനുവേണ്ടി മാത്രം ജീവിക്കുകയും പുലരാനും വൈകാനും കാത്തിരിക്കുന്ന ഒരു സമൂഹം. എല്ലാം ഒരു ഈഗോയുടെ പുറത്ത് കെട്ടിപ്പൊക്കുകയാണ്. ഈഗോ മാത്രമാണോ? ഈഗോ മാത്രമേ അല്ല. ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ, കുറ്റം ചെയ്താൽ ശിക്ഷ കിട്ടും എന്നുള്ളൊരു ഭയമില്ലാത്ത അവസ്ഥയാണ്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കും. പണമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ സ്കൂളുകളിൽ പോയി ലഹരി വിൽക്കുന്നത്. സ്കൂളിൻ്റെ പഠിക്കൽ ലഹരി വസ്തുക്കൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സംഘങ്ങളൊക്കെ വരുന്നത്. പിടിക്കപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. തെറ്റായ ഒരു കാര്യം ചെയ്താൽ അതിന് ശിക്ഷ കിട്ടും എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ ഇത്രയും വരില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആദ്യകാലം മുതൽക്ക് പറ്റിയ ചില കുഴപ്പങ്ങളുണ്ട്. നമ്മളിപ്പോൾ അമേരിക്ക ഒരുപാട് കുറ്റം പറയാറുണ്ടല്ലോ പലതിനും, സൗകര്യം കിട്ടുമ്പോഴൊക്കെ. അമേരിക്കയിൽ ഓരോ ഇലക്ഷനിലും മതം ഒരു പ്രശ്നമല്ല. ഒരിക്കലും ഒരു പ്രസിഡൻ്റ് ഒരു കാലത്ത് അതൊരു നിയമം ഉണ്ടാക്കിയത്. മതം ഇതായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ കാത്തലിക്സ് ഉണ്ടാകും, പുതിയ പല സമൂഹങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ അവിടെ വോട്ട് പിടിക്കൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം നമ്മളങ്ങനെ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. ഇതിനൊക്കെ അപ്പുറത്ത്, ജാതിക്ക് മതത്തിനൊക്കെ അപ്പുറത്തുള്ള മാനവികതയെ ആരാധിച്ച നേതാക്കന്മാരാണ് നമുക്കുണ്ടായത്. പക്ഷെ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നു. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുക നമുക്കറിയില്ല. പക്ഷേ നമ്മളിതിൽ ദുഃഖിക്കുന്നു. ആ ദുഃഖം നമ്മൾ സമാന മനസ്കരായിട്ട് കുറച്ചൊക്കെ പങ്കുവയ്ക്കാൻ സാധിച്ചാൽ അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സമൂഹത്തിൻ്റെ വികാരവും അവൻ്റെ രാഷ്ട്രീയവും ചിന്തയും ഭേദവും വൈകാരികമായ അവസ്ഥകളെല്ലാം തലമുറകളിലൂടെ കണ്ടൊരു വ്യക്തിയാണ്. തലമുറകളിലൂടെ കണ്ട ഒരുപാട് പേരുണ്ട്. പക്ഷേ ആ കണ്ടതിനെയെല്ലാം അവന് തിരിച്ചു മനസ്സിലാകുന്ന ഭാഷയുടെ ആഴത്തിൽ തിരിച്ചു കൊടുത്തൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ അതുപോലെ അങ്ങയിൽ നിന്ന് തിരിച്ച് പ്രതിഫലിക്കാത്തത്? എഴുത്തിലൂടെ, ചിന്തയിലൂടെ? ഇല്ല, രാഷ്ട്രീയമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല ഒരു കാലത്തും. രാഷ്ട്രീയം അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞാൻ വളർന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെയും പക്ഷേ നമ്മുടെ മനസ്സിൽ പല ആളുകളുണ്ട്. നമുക്ക് വളരെ ബഹുമാനം തോന്നി. ഒരു കുട്ടിയായിരുന്ന കാലത്താണ് ഞാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് പോയത്. കോട്ടമൈതാനത്തിൽ വളരെ ദൂരെ നിന്ന് അദ്ദേഹം ഈ സ്റ്റേജിലേക്ക് കയറുന്ന പ്രസംഗം വളരെ ദൂരെ നിന്നേ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ നമ്മുടെ മനസ്സിൽ അങ്ങനെ ചില വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അവരുടെ ശബ്ദം ഒന്ന് കേൾക്കുക, അവർ ദൂരെ നിന്ന്
പ്രസംഗിക്കുന്നതെന്ന് കാണുക എന്നൊക്കെ പറഞ്ഞു. അതേപോലെ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് അങ്ങനത്തെ ചില വിഗ്രഹങ്ങൾ എന്ന് പറയാകുന്ന ഇതില്ലാതായി പോകുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കില്ലാതായി പോകുന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത് തോന്നുന്നു. പിന്നെ എന്നെപ്പോലത്തുള്ള ആളുകൾക്ക് ഇപ്പോൾ എഴുത്തുകാർ, കവികൾ, ഇതൊക്കെ നമുക്കിതിനെപ്പറ്റിയൊക്കെ ദുഃഖിക്കാം. ആ ദുഃഖം എവിടെയൊക്കെ അതിനു വേണ്ടി പരിഹാരമായിട്ടല്ല. ഇപ്പം നമ്മളത് ചെയ്തതുകൊണ്ട് ഇതിനൊരു പരിഹാരം, ഈ ദൈന്യതയ്ക്കൊരു പരിഹാരം കാണും എന്ന് നമുക്ക് വിശ്വാസമില്ല. പക്ഷേ ഈ ദൈന്യതയുടെ പടുകുഴിയുടെ വക്കിലൂടെയാണ് നിങ്ങൾ ഇന്നും സഞ്ചരിക്കുന്നത്. ദയവായി മനസ്സിലാക്കുക എന്ന് നമ്മളുടെ കാലഘട്ടത്തിനോട് നിശബ്ദമായി പറയാനുള്ളൊരു ബാധ്യതയുണ്ട് നമുക്ക്. പരിഹാരമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതല്ല, പക്ഷേ ഇതാണ് അവസ്ഥ എന്നുള്ളത്, അത് പങ്കുവയ്ക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? അത് പങ്കുവയ്ക്കാനുള്ള അങ്ങയുടെ മാധ്യമവും മീഡിയയും എന്നും അങ്ങയുടെ തൂലികയാണ്. അതോ അങ്ങനെ ഒരു ആലോചനയുണ്ടോ? അത് എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്, എപ്പോഴും നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മൾ അങ്ങനത്തെ പലതും എപ്പോഴും ആലോചിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതേപോലത്തെ ഒന്ന് ചെയ്താൽ ഇത് കുറേ പേർക്കെങ്കിലും അതൊരു ഇൻസ്പിറേഷൻ ആകുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഗ്രാമത്തിലൊരാളുണ്ടായിരുന്നു, ഞാൻ എഴുതിയിട്ടില്ല അയാളെ പറ്റി, എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എഴുതിയേക്കാം, കുറച്ചൊക്കെ വർക്ക് ചെയ്തു. ഈ കൂട്ടുകുടുംബം കഴിഞ്ഞിട്ട് ഭാഗം കഴിഞ്ഞപ്പോൾ ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ലൊന്നുമില്ല, എവിടെ നിന്നോ വന്ന് കുടിയേറിപ്പാറത്തിലുള്ള ഒരാളാണ്. ഒരു പാറക്കെട്ട് പോലെ സ്ഥലമാണ് കിട്ടിയത്. അവിടെ അയാൾ മെനക്കെട്ട് അധ്വാനിച്ച് കിണർ കുഴിച്ച് വെള്ളം കണ്ട് അവിടെ തോട്ടം വെച്ച് വീടുണ്ടാക്കി. കുറേ കഴിഞ്ഞപ്പോൾ അയാളുടെ തന്നെ മരുമക്കളൊക്കെ ആയിട്ട് അയാൾ അപ്പോഴേക്ക് സംഖ്യ ആളുകൾ, ഇയാളെ ഭാഗം കഴിഞ്ഞ് ഇയാൾക്ക് അത് കഴിഞ്ഞപ്പോൾ മുതിർന്നു, മറ്റവർക്ക് മുതിർന്നപ്പോൾ ഇയാൾക്ക് കൊടുത്തത് വീണ്ടും ഒരു പാറക്കെട്ടാണ്. പക്ഷേ ഈ മനുഷ്യൻ, അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അവസാനം കിട്ടിയ ഈ പാറക്കെട്ട് വീണ്ടും അവിടെ അയാൾ കിണർ കുഴിച്ചു, ഒരു ചെറിയ വീടുണ്ടാക്കി, ഒരു ജോലിക്കാരൻ മാത്രം വെച്ചുകൊണ്ട് രാപ്പകൽ അധ്വാനിച്ചു വയസ്സുകാലത്ത്. അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അയാളെ പറ്റിയൊക്കെ എഴുതേണ്ടതാണ്. എഴുതേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പരിസ്ഥിതിയുടെ മാത്രം പ്രശ്നമല്ല, ഒരാൾ പ്രകൃതിയോട് ഇണങ്ങി മല്ലടിച്ച് അതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് അയാൾ മറ്റുള്ളവർക്ക് പിൻതലമുറയ്ക്ക് കാണിച്ചു കൊടുത്തു. അപ്പം അങ്ങനെ പലതും നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും. കുറേ നമ്മൾ എല്ലാം എപ്പോഴും ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളുടെ പലതരം ശാരീരികവും ഒക്കെ ആയിട്ടുള്ള പരാധീനതകളുണ്ടാവും. പക്ഷെ ഇതൊക്കെ മനസ്സിലുണ്ട്, ഇല്ല എന്നുള്ളതല്ല.